വിയറ്റ്നാമിൻ്റെ ഇന്നലത്തെ ട്രെയിൻ യാത്ര നിങ്ങൾ കണ്ടില്ല എന്നുണ്ടെങ്കിൽ കാണണം. നല്ല അടിപൊളി ഒരു ട്രെയിൻ യാത്രയായിരുന്നു. 18 മണിക്കൂർ ഞാൻ സെൻട്രൽ വിയറ്റ്നാമിൽ നിന്നും യാത്ര ചെയ്താണ് ഞാൻ ഇവിടേക്ക് എത്തിയത്. VIP മീറ്റിംഗ് റൂമോ അങ്ങനെ എന്തൊക്കെയോ പരിപാടി. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു 2.5 കിലോമീറ്റർ ദൂരം മാത്രമുള്ള ഒരു ഹോട്ടലിലാണ് റൂം എടുത്തിരിക്കുന്നത്. ഓൾഡ് ക്വാർട്ടർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ അവിടേക്ക് പോകാനായിട്ട് ഞാനൊരു ഗ്രാബ് ബൈക്ക് ബുക്ക് ചെയ്തു. ബൈക്കാണ് ഇവിടെ കൺവീനിയൻറ്റ്. ഇപ്പോൾ ഈ സമയത്ത് മഴയില്ലാത്തതുകൊണ്ട് ഗ്രാബ് എടുത്ത് പോവാം, ബൈക്ക് എടുത്ത് പോവാം. ഇതാണ് ഹാനോയ് സ്റ്റേഷൻ. വെൽക്കം ടു ഹാനോയ് സ്റ്റേഷൻ. അതായത് നമ്മുടെ ന്യൂഡൽഹി പോലത്തെ സ്ഥലമാണ് ഇവരുടെ ക്യാപിറ്റൽ സിറ്റി. അവരുടെ ക്യാപിറ്റൽ സിറ്റിയിലെ റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിലാണ് നിങ്ങളീ കാണുന്നത്. വലിയ തിരക്കും ബഹളമോ കാര്യങ്ങളൊന്നുമില്ല. ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ചില്ല് സ്ഥലം അല്ലേ. ആ ഒരു പഴയ ഒരു റെയിൽവേ സ്റ്റേഷനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഗാ ഹാനോയ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഗാ എന്ന് പറഞ്ഞാൽ വിയറ്റ്നാം ഭാഷയിൽ സ്റ്റേഷൻ എന്നാണ് അർത്ഥം. അപ്പോൾ അതിന് മുമ്പിൽ നമ്മൾ വന്ന് ഇറങ്ങി. അപ്പം ഐ എം വെയിറ്റിംഗ് ഫോർ ദ ഗ്രാബ്. ഇവിടെ കൂടുതലും ബൈക്ക് ടാക്സിയിൽ പോകുന്ന ആൾക്കാരാണ്. സമയലാഭം ഉണ്ടല്ലോ. അപ്പോൾ എൻ്റെ വണ്ടി ഇതുവരെ വന്നിട്ടില്ല. വെയിറ്റിംഗ്. താങ്ക് യു. ലെറ്റ്സ് ഗോ. യെസ്, ഞാനും ചേട്ടനും എൻ്റെ വലിയ ബാഗും ഹെൽമെറ്റും. നമ്മുടെ അവിടെ നമ്മളൊക്കെ വണ്ടി ഓടിക്കുന്ന പോലെ ഉണ്ട് എല്ലാവരും വണ്ടി ഓടിക്കുന്നത്. എനിക്ക് പേടിയാവുന്നു. അയ്യോ. വിയറ്റൻ ബാങ്ക്. ഇവിടെ എല്ലാം വിയറ്റാണ്. വിയറ്റ് ജെറ്റ്, വിയറ്റൻ ബാങ്ക്, കംപ്ലീറ്റ് വിയറ്റ്. വിയറ്റ്നാമല്ല, അപ്പോൾ വിയറ്റ് അങ്ങനെയാണ് പരിപാടി. ഇവിടെ എന്തോ വർക്കൊക്കെ നടക്കുന്നുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല. ചിലപ്പോൾ മെട്രോയോ അങ്ങനെ എന്തെങ്കിലും പരിപാടിയാണെന്ന് തോന്നുന്നു. ചുഴലിക്കാറ്റ് ഭയങ്കര പ്രശ്നമായിരുന്നു തോന്നുന്നു കേട്ടോ. ഇവിടെ കാര്യമായിട്ട് അടിച്ചിട്ടില്ല. എന്നിരുന്നാലും എത്ര മരങ്ങളാണ് ഒടിഞ്ഞ് കിടക്കുന്നതെന്ന് നോക്കി. റോഡിൻ്റെ പല സ്ഥലത്തും. പക്ഷെ കറണ്ടുണ്ട് കേട്ടോ പലയിടത്തും. അത് കറണ്ടാണോ അതോ ജനറേറ്ററാണോ എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ ഇത് വേറെ ലെവലാട്ടോ സത്യം. ഞാനിത് ജസ്റ്റ് മിസ്സാണ്. ഞാൻ 1-2 സ്ഥലങ്ങളിൽ പോയില്ലായിരുന്നെങ്കിൽ ഞാൻ കറക്റ്റ് ചുഴലിക്കാറ്റിൻ്റെ സമയമാകുമ്പോൾ ഇവിടെ എത്തുമായിരുന്നു. രക്ഷയില്ല. നാളെ എനിക്ക് നാട്ടിലും പോകാനുള്ളതാണ്. എനിക്ക് കിടന്ന് ഫ്ലൈറ്റുമാണ്. ഫ്ലൈറ്റ്സൊക്കെ മിക്കതും ക്യാൻസൽഡും ഡിലേഡും ഒക്കെ ആയിരുന്നു. നാളത്തെ ഫ്ലൈറ്റൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എനിക്ക് നാട്ടിൽ പോയേ പറ്റുള്ളൂ. ആവശ്യമുണ്ട്. ഓണം മാത്രമല്ല, വേറൊരു കാര്യങ്ങളുണ്ട് നാട്ടിൽ പോകാൻ. കോടതി പോകേണ്ട ആവശ്യമുണ്ട്. ഒരു കേസുണ്ട്. പറയാം, നാളത്തെ വീഡിയോയിൽ പറയാം വിശദമായിട്ട്. നമ്മളിപ്പോൾ പോകുന്നത് ഓൾഡ് ക്വാർട്ടർ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ്. ഓൾഡ് ക്വാർട്ടർ എന്ന് പറയുന്നത് ഹനോയ് നഗരത്തിൻ്റെ ഒരു ഓൾഡ് സിറ്റി ഏരിയ ആണ്. നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണ്. അവിടേക്കാണ് ഞാൻ പോകുന്നത്. അവിടെ വളരെ ഇടുങ്ങിയ കെട്ടിടങ്ങളും ഇടുങ്ങിയ സ്ട്രീറ്റുകളും ഒക്കെ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. കൂടുതലും ബാക്ക് പാക്കേഴ്സ് ആയിട്ടുള്ള ആളുകൾ അവിടെയാണ് താമസിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുമാത്രമല്ല ഇവിടുത്തെ ഒരു ഹാപ്പനിങ് ഏരിയയും കൂടെ ആണെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇത് വാവ്, അടിപൊളി. ചില സ്ഥലങ്ങളിലൊക്കെ മരങ്ങൾ വീണിട്ടുണ്ട്. അല്ലാതെ വേറെ കെട്ടിടങ്ങൾക്കും മറ്റുമൊന്നും വലിയ കേടുപാടുകളൊന്നും ഇവിടെ ഇല്ല. ചില ബലക്ഷയമുള്ള മരങ്ങളൊക്കെ കടപുഴകി വീണിട്ടുണ്ട്. പിന്നെ കമ്പുകളൊക്കെ ഒടിഞ്ഞ് വീണിട്ടുണ്ട്. പല സ്ഥലത്തും അതുപോലെയുള്ള നാശനഷ്ടങ്ങൾ കാണാം. പക്ഷേ ഇവിടെ ലിറ്ററലി കടൽ തീരത്താണ് ഏറ്റവും കൂടുതൽ കാര്യമായിട്ട്. അയ്യോ എൻ്റെ അമ്മേ അയ്യോ ഡെക്ലോക്ക്. ചേട്ടൻ പ്രോ മാക്സ്. അയ്യോ. കടൽ തീരത്താണ് ഏറ്റവും കൂടുതൽ കാര്യമായിട്ട് ചുഴലിക്കാറ്റ് അടിച്ചത്. ആ ഭാഗത്ത് ഒത്തിരി ആൾക്കാരെ ഇവർ ഇവാക്യുവേറ്റ് ചെയ്ത് മാറ്റി പാർപ്പിച്ചിരുന്നു. അപ്പോൾ അത് കാരണം വലിയ കാഷ്വാലിറ്റീസ് ഒന്നും ഉണ്ടാവാതെ രക്ഷപ്പെടാൻ പറ്റി എല്ലാവർക്കും. ഈ പ്രകൃതി ദുരന്തങ്ങളെന്ന് പറയുന്നത് ഒരു ഭയങ്കര സംഭവമാണ്. നമുക്ക് ശരിക്കും നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റാത്ത കാര്യമാണല്ലോ ഈ വെള്ളപ്പൊക്കവും അതേപോലെ തന്നെ ചുഴലിക്കാറ്റ് എന്നൊക്കെ പറയുന്നത്. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ പേരിൽ ഇങ്ങനെ വരും. യാഗി എന്നായിരുന്നു ഇവിടെ കഴിഞ്ഞ ദിവസം അടിച്ച ചുഴലിക്കാറ്റിൻ്റെ പേര്, യാഗി. ഇവിടെ സ്കൂൾ വിടുന്ന സമയം. അത് ശരി, സ്കൂളൊക്കെ ഫംഗ്ഷനിങ് ആയല്ലേ. ഇവിടുത്തെ കളക്ടർ അവധിയൊന്നും കൊടുക്കത്തില്ലെന്ന് തോന്നുന്നു മഴയാണെങ്കിൽ. ചിലപ്പോൾ അത് കഴിഞ്ഞുകൊണ്ടായിരിക്കാം. ഒരു സ്കൂൾ കണ്ടോ, സ്കൂളിൽ നിന്ന് കുട്ടികളെ പിക്കാനായിട്ട് ആളുകൾ വന്ന് നിൽക്കുന്നത് കണ്ടോ. 2 വീലറിൽ വന്ന് അവർ പിക്ക് ചെയ്ത് കൊണ്ടുപോകുന്നു. അടിപൊളി. ഫുൾ പച്ചപ്പാണല്ലോ. ഇതൊരു ബാംഗ്ലൂർ വൈബ് സ്ഥലമാണല്ലോ. മൊത്തം മരങ്ങൾ ഒക്കെ ആയിട്ട് നൈസ് അല്ലേ. ഹോച്ചിമിനും ഇതേപോലൊക്കെ തന്നെ ആയിരുന്നു ഏകദേശം. പക്ഷേ ഹോച്ചിമിനെക്കാട്ടിൽ വൈബുള്ള സിറ്റിയാണ് ഹാനോയ് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഇവിടുത്തെ കാലാവസ്ഥയും നല്ല കാലാവസ്ഥയാണ്. ഹോച്ചിമിൻ്റെ അത്ര ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് അല്ല. പിന്നെ ഇവിടെ ചെറിയ രീതിയിൽ വിൻ്ററൊക്കെ വരും. ചെറിയ രീതിയിൽ അത്യാവശ്യം നല്ല വിൻ്ററും കാര്യങ്ങളൊക്കെ വരും. നല്ല തണുപ്പൊക്കെ വരും ഒരു നവംബർ ഡിസംബറൊക്കെ ആകുമ്പോൾ എന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അത്യാവശ്യം നല്ല ക്രൗഡഡ് ആണ്. നമ്മളിപ്പോൾ നാരോ റോഡുകളിലേക്ക് ഇങ്ങനെ പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ബാഗ് ഞാനും കൂടെ ഏകദേശം ഒരു 85 കിലോ വെയിറ്റ് ഉണ്ട്. ആ 85 കിലോ ചേട്ടൻ ഈ തിരക്കിനിടയ്ക്ക് കൂടെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്നത് ഈ കുഞ്ഞ് ബൈക്കിൽ. ചേട്ടനെ സമ്മതിച്ചു കേട്ടോ, അടിപൊളി. ഇനി ഇവിടുത്തെ കെട്ടിടങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോ. അതായത് ഇതൊരു കെട്ടിടം, ഈ ഓറഞ്ച് കാണുന്നത് വേറെ കെട്ടിടം, അതിൻ്റെ അപ്പുറത്തെ ചെറുത് വേറെ കെട്ടിടം. എല്ലാം കുഞ്ഞു കുഞ്ഞു കെട്ടിടങ്ങളാണ്. നമ്മളൊരു ഓൾഡ് ഡൽഹിയിലൊക്കെ പോകുന്നൊരു ഫീലൊക്കെ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇവിടെ വന്നപ്പോഴത്തേക്കിനും.
കുഞ്ഞു കുഞ്ഞു കെട്ടിടങ്ങൾ ഉണ്ടല്ലേ, അതായത് ചെറിയ ചെറിയ സംഭവങ്ങൾ എല്ലാം മുകളിലേക്ക് അങ്ങനെയാണ്. ഭയങ്കര ക്ലസ്ട്രോഫോബിക് റൂമുകളും കെട്ടിടങ്ങളും ഒക്കെയാണ് ഇവിടുത്തെ ഹോട്ടലുകളിൽ എന്നൊക്കെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്തായാലും റൂമിൽ പോകുമ്പോൾ അറിയാം എന്താ അവസ്ഥ എന്നുള്ളത്. ഇതെല്ലാം ഈ കാണുന്നതൊക്കെ ഹോട്ടലുകളാണ് കണ്ടില്ലേ. ഇതെല്ലാം ഈ പറഞ്ഞ പോലെ ഫോറിനേഴ്സിനും അല്ലാത്ത ആൾക്കാരൊക്കെ ടൂറിസ്റ്റുകളൊക്കെ വന്ന് താമസിക്കുന്ന ഹോട്ടലുകളാണ് ഇതെല്ലാം. ഹാനോയ് എന്ന് പറയുന്നത് ഒരു ഹോട്ട്സ്പോട്ടാണ് കേട്ടോ. ഭയങ്കര വലിയൊരു ഹബ്ബാണ് ഹാനോയ് എന്ന് പറയുന്നത്. ഹാനോയിൽ നിന്നിട്ട് ആണ് ആളുകൾ ഹാലോങ് ബേ, സാപ്പ എന്നൊക്കെ പറയുന്ന കുറേ അടിപൊളി സ്ഥലങ്ങളിലേക്ക് പോയിട്ട് വരുന്നത്. വിയറ്റ്നാമിൻ്റെ നോർത്തിലാണ് ഏറ്റവും കൂടുതൽ സ്ഥലങ്ങൾ കാണാനായിട്ട് നമുക്കുള്ളത്. അവിടെ നമുക്കൊരു ലേക്കൊക്കെ കാണാം. വാ, ഇതിവിടുത്തെ ഒരു മെയിൻ ഐക്കോണിക് ബിൽഡിംഗ് ആണ്, ഹാനോയ് 1930 ബ്രിസ്ട്രോ എന്നും പറഞ്ഞുകൊണ്ട്. ഇതിൻ്റെ അടുത്താണല്ലോ എൻ്റെ ഹോട്ടല്. വാ, കൊള്ളാം അല്ലേ? അത് വിളിച്ചു ലിറ്റിൽ ഫ്രണ്ട്. നമുക്ക് ഏകദേശം നമ്മളിപ്പോൾ എത്തി. എന്നിട്ട് ഇവിടെ അടുത്ത് എവിടെയോ ആണ്. യെസ് സ്റ്റോപ്പ് ഹിയർ. സ്റ്റോപ്പ് ഹിയർ. താങ്ക് യു. ഗുഡ്. ഓക്കെ. ഈ കുടിസ് ബിൽഡിങ്ങുകൾക്കിടയിൽ എൻ്റെ ഹോട്ടലിൽ ബിൽഡിംഗ് ഏതാണെന്ന് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് ഞാൻ? ഇത് നോക്ക്, ഇത് ഇത്രയും ഒരു ഒറ്റ ആളുടെ ബിൽഡിങ്ങാണ്. അത് വേറെ ആളുടെ ബിൽഡിങ്. ആ റെഡ് കളർ ബോർഡ് വേറെ ആളുടെ ബിൽഡിങ്. ആ ചെറിയ കുഞ്ഞു സ്ഥലത്ത് ഇവിടുത്തെ കെട്ടിടങ്ങൾ ഒരു രക്ഷയില്ല കേട്ടാ. ഇത് വേറെ ലെവലാണ് ഇവിടുത്തെ കെട്ടിടങ്ങൾ. ഇവിടെ എവിടെയോ ആണ് എൻ്റെ ഹോട്ടൽ. ബെല്ല പ്രീമിയർ ഹോട്ടൽ എന്നാണ് ഹോട്ടലിൻ്റെ പേര്. അതിന് എവിടെ പോയി കണ്ടുപിടിക്കും? ബെല്ല പ്രീമിയർ ഹോട്ടൽ എവിടെ? ബെല്ല റോസ ഹോട്ടൽ ഇതാണെന്ന് തോന്നുന്നു കേട്ടോ. പോയി നോക്കട്ടെ. ബെല്ല പ്രീമിയർ ഹോട്ടൽ ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഹലോ, ഹായ്. ഇസ് ദിസ് സെയിം ഹോട്ടൽ? Bella Premier. Oh, in the next building. Next building? Yeah, just turn right and about next 3 building. Okay, thank you. ഇതല്ലല്ലേ ബെല്ല റോസ്. ബെല്ല പ്രീമിയർ എവിടെയാണ്? അപ്പുറത്ത് എവിടെയോ ആണെന്ന് അവിടെ നിന്ന് നോക്കട്ടെ. ഇവിടുന്ന് മൂന്നാമത്തെ ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ 1, 2 ഇതാണോ? റെസ്പോൺസിബിൾ ട്രാവൽ. ബെല്ല ലേക്ക് വ്യൂ. ഇതാണ് ഹോട്ടൽ. ബെല്ല പ്രീമിയർ ഹോട്ടൽ ആൻഡ് റൂഫ് ടോപ്പ് ബാർ എന്നാണ് ഇതിൻ്റെ പേര്. ബെല്ല പ്രീമിയർ ഹോട്ടൽ ആൻഡ് റൂഫ് ടോപ്പ് ബാർ. ഓക്കെ. ഹായ്. This hotel? Yes, can I see this? Yeah, sure. Thank you so much. Okay. Hi. Just only you today? Yeah. Right, do you stay with us just for only... Only for today, yeah. Only one night? Yeah, only one night. Can I take a picture of this one? Yeah, sure, you can take. So, where are you going tomorrow? I have a flight. I'm going back to India. So what time do you have to fly? 3 o'clock. 3 p.m. Tomorrow, right? Tomorrow afternoon. Tomorrow afternoon. Yeah. So what time I should leave from here? How much time it will take to so airport? if you fly international, just take 1 hour from here. 1 hour from here. Okay. Yeah, 1 hour from here and 2 hours checking in. Okay. Yeah, so total 3 hours you have to leave. Okay. Sure. Thank you. This will be an elevator to the 7th floor. So the buildings here are very small, right? Like it's because very narrow. because the pricing is very expensive. So that's why the hotels here are very expensive. Yeah, the price is very expensive. Yeah. Even the land itself is very expensive as well. Definitely. Because I live in the nearby area. Okay. My house is not that big, but the price is enough for me to buy another very big house, but on the outside area. Okay. Outside of, Thank you. So, this is the key for the electricity inside the room. This is the switch for the bathroom. All right. Yeah, and this one is for the hot water. So Thank right you. now it's already on. Okay, thank you. If you need anything, just press number. Sure. What's your name? My name is Max. Nice to meet you. You're so good. Yeah. Thank you. And if you need anything, just press Sure. number 0 to call us. Thank you so much. Thank you. അടിപൊളി ഹോട്ടൽ എന്ന് പറഞ്ഞാൽ ചെറിയൊരു കുഞ്ഞ് ഹോട്ടലാണ്, പക്ഷേ നമ്മളൊരു 5 സ്റ്റാർ ഹോട്ടലിൽ കയറി പോകുന്ന പോലത്തെ ഒരു സർവീസ് ഒരു രക്ഷയില്ല. അതായത് ആ റിസപ്ഷനിൽ അങ്ങേരെ എന്നെ നിർത്തിക്കൊന്ന് ഞാൻ അവസാനം ക്യാമറ ഓഫ് ചെയ്ത്, അതായത് 5 മിനിറ്റ് എനിക്ക് ഇന്ന് ക്ലാസ് തന്നു. അതായത് ഇവിടെ എനിക്കൊരു മാപ്പൊക്കെ തന്നു, ഇത് കണ്ടോ ഇവിടെ ഒരു മാപ്പൊക്കെ തന്നു. ഇപ്പം ഇവിടെ അതായത് എൻ്റെ ഹോട്ടലിന് തൊട്ട് പുറത്ത് തന്നെ വാക്കിംഗ് സ്ട്രീറ്റ് പോലത്തെ ഉള്ള സ്ഥലമുണ്ട്, പക്ഷേ നൈറ്റ് മാർക്കറ്റൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പം ഇല്ല, വീക്കെൻഡ്സിൽ മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞ നെക്സ്റ്റ് ടൈം വരുമ്പോഴത്തേക്കിനും നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് കുറേ കാര്യങ്ങൾ ഈ മാപ്പിൽ നോക്കി കാണിച്ചു തന്നു. ഇവിടെ ലേക്കുണ്ട്, ലേക്കിന് ചുറ്റിനും ഇന്ന സ്ഥലങ്ങളിൽ പോയി ഇന്ന ഭക്ഷണങ്ങൾ കഴിക്കാം, അവിടെ അതുണ്ട് ഇവിടെ ഇതുണ്ട്, ഇതൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ. ഒരു 5 മിനിറ്റ് എനിക്ക് ക്ലാസ് എടുത്താണ് വന്നിട്ട്. ആ സമയത്ത് എനിക്ക് 5 മിനിറ്റ് ക്ലാസ് എടുക്കുന്ന സമയം കൊണ്ട് എൻ്റെ ബാഗ് ഒരു പുള്ളി ഇവിടെ കൊണ്ടുവച്ച്, എന്നിട്ട് ഞാൻ പേയ്മെൻറ്റൊക്കെ കൊടുത്ത് Booking.com വഴിയാണ് ബുക്ക് ചെയ്തത്. പേ അറ്റ് ഹോട്ടലാണ് കൊടുത്തത്. പേയ്മെൻറ്റൊക്കെ കൊടുത്തു. ഇവിടെ പേയ്മെൻറ്റ് നമ്മൾ കാർഡ് വെച്ച് പേയ്മെൻറ്റ് ചെയ്യുമ്പോഴത്തേക്കിനും ഒരു 3% അവർ സർചാർജ് എടുക്കും. അത് മിക്ക സ്ഥലങ്ങളിലും എടുക്കാറുണ്ട്.
അപ്പോൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ റൂമിൽ കൊണ്ടാക്കി. വരുന്ന വഴിക്ക് നിങ്ങൾ കണ്ട പോലെ കുറേ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു. ഇതാണ് നമ്മുടെ ബാത്റൂം. എനിക്ക് നല്ലതായിട്ടൊന്ന് കുളിക്കണം, കാരണം ഞാൻ കുളിച്ചിട്ട് ഇപ്പോൾ ഏകദേശം 24 മണിക്കൂറായി. ഇന്നലെ ഉച്ചയ്ക്ക് 12 മണിക്ക് ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങിയതാണ്. ഇന്ന് വൈകിട്ട് ഇപ്പോൾ 4:30 മണിയായപ്പോഴാണ് ഞാൻ ശരിക്കും ഇവിടെ എത്തുന്നത്. സോ ആകെ സഫക്കേറ്റഡ് ആണ്. ഇതാണ് എൻ്റെ ബെഡ്. വളരെ കംഫർട്ടബിൾ ബെഡാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. നോട്ട് ബാഡ്. 4 പില്ലോയൊക്കെ വെച്ചിട്ടുണ്ട്. ആൻഡ് ദ മെയിൻ ഹൈലൈറ്റഡ് പാർട്ട് ഈസ് എനിക്കിവിടെ ഒരു ബാൽക്കണി ഉണ്ട്. നോക്കിയേ, വാവ്. ഈ റൂമിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് എനിക്ക് ഇവർ 3% എക്സ്ട്രാ ചാർജ് ചെയ്തിട്ട് 3300 രൂപയാണ് എനിക്കായത്. 3% എക്സ്ട്രാ വാങ്ങിച്ചിട്ടും booking.com വഴി ബുക്ക് ചെയ്തുകൊണ്ട് ഇച്ചിരി ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടി. എനിക്കിവിടെ ഒരു ബാൽക്കണി ഉണ്ട്. ബാൽക്കണിയിൽ 3 ചെയറൊക്കെ ഇട്ടിട്ടുണ്ട്, ഒരു ടേബിളുണ്ട്. വാവ്, ഇത് കൊള്ളാട്ടോ. ബാക്കിൽ നമുക്ക് അവിടെ നമ്മുടെ ലേക്ക് കാണാൻ പറ്റും. പിന്നെ ഇവിടുത്തെ കെട്ടിടങ്ങളുടെ സ്ട്രക്ചറൊക്കെ നിങ്ങളൊന്ന് നോക്കി. കണ്ട, ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര നാരമാണ്. ഈ കാണുന്നത് ഒരു ബിൽഡിങ്, അതിൻ്റെ അപ്പുറത്ത് കാണുന്നത് വേറെ, ആ കാണുന്നത് ഒരു ബിൽഡിങ്, അത് വേറെ ബിൽഡിങ്ങാണ്. അതായത് ഈ കാണുന്ന ബിൽഡിംഗ് അല്ല അത് രണ്ടും 2 ബിൽഡിംഗ് ആയിരിക്കണം. അങ്ങനെയാണ് ഇവിടുത്തെ സംഭവങ്ങളൊക്കെ. എല്ലാം ഭയങ്കര നാരോ കൺസ്ട്രക്ഷനാണ്, ഭയങ്കര ഇടുങ്ങിയ. എനിക്ക് അങ്ങോട്ടൊന്ന് പോകണമല്ലോ. ഇങ്ങോട്ട് പോകട്ടെ, ഇവിടെ പോയി കാണിച്ചു തരാം. ഇത് വേറെ ഹോട്ടൽ കണ്ടോ, അവിടെ അപ്പുറത്ത് കാണുന്നത്. ഇതിങ്ങനെ സ്ലിമ്മായിട്ട് ആണ് ഇവരുടെ സംഭവങ്ങൾ. അതായത് നമ്മൾ ഈ കുടിസ് മുറികളെന്നൊക്കെ പറയത്തില്ല, അതേപോലെ ഇത് വേറെ ബിൽഡിങ്, അത് വേറെ ബിൽഡിങ്. അതെല്ലാം റൂമുകളൊക്കെ ഒരു ഫ്ലോറിൽ ഒരു റൂമൊക്കെ ഉണ്ടാവുള്ളൂ, അല്ലെ 2 റൂമൊക്കെ ഉണ്ടാവുള്ളൂ മാക്സിമം. ഇവിടെ വിൻഡോ ഇല്ലാത്ത റൂമുകൾ കിട്ടും. വിൻഡോ ഇല്ലാത്ത റൂം റേറ്റ് കുറവാണ്, പക്ഷേ അയ്യോ നമുക്ക് ഭയങ്കര ക്ലസ്ട്രോഫോബിയ. എനിക്ക് ക്ലസ്ട്രോഫോബിയ ഇല്ലെങ്കിലും എനിക്ക് ആക്ച്വലി വിൻഡോ ഇല്ലാത്ത റൂം കുറച്ച് ബുദ്ധിമുട്ടാണ്, എനിക്ക് പറ്റത്തില്ല അത്. വിൻഡോ എങ്കിലും വേണം. ബാൽക്കണി കൊണ്ട് സൗകര്യം. നല്ല മഴക്കാർ ഇതുണ്ട്. ആ ഭാഗത്ത് ഇങ്ങനെ ആകാശം കറുത്ത് മേഘാവൃതമായിട്ട് മൂടി നിൽക്കുന്നു. ആ കെട്ടിടങ്ങളാണ് എനിക്ക് ഇവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കണ്ടില്ലേ, നാരോ ചെറിയ കുഞ്ഞു ഇത്ര ചെറുതല്ല. അതായത് ഒരു കഷ്ടി ഒരു 10 അടി പോലും ഇല്ല ഒരു ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഇങ്ങേയറ്റം പോലെ അങ്ങേയറ്റം പോലെ. അതിൻ്റെ നീളം വീതി എന്ന് പറയുന്നത് 10 അടി കറക്റ്റ്. ചിലത് 10 പോലും ഉണ്ടാവില്ല. ഒരു ബെഡ് ഇടാൻ പാകത്തിന് വീതിയിലാണ്. കണ്ടില്ലേ, ഇതൊന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഏതോ പണക്കാരനെയാണെന്ന് തോന്നുന്നു. ഇച്ചിരി വീതിയുണ്ട്, കുറച്ച് കൂടുതൽ വീതിയുള്ളത്. പിന്നെ അപ്പുറത്ത് അത് നീളത്തിൽ അങ്ങോട്ടാണ് കിടക്കുന്നത്. അതായത് എനിക്ക് വയ്യ. ഇവിടുത്തെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് വേറെ ലെവലാണ് കേട്ടോ. എന്തായാലും ഞാനൊന്ന് കുളിച്ച് ഫ്രഷ് ആവട്ടെ, എന്നിട്ട് നമുക്ക് പതുക്കെ പുറത്തേക്ക് ഇറങ്ങി ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. ഇന്നലെ വൈകിട്ട് വന്നിട്ട് എനിക്ക് പുറത്തിറങ്ങാൻ പറ്റിയില്ല. അതുപോലെ മഴയായിരുന്നു. മഴയെന്ന് പറഞ്ഞാൽ പെരുമഴയായിരുന്നു. നിങ്ങൾക്ക് കാണാം ഇവിടെ എല്ലാം ഇത്തരത്തിൽ മരങ്ങളൊക്കെ റോഡിൽ വീണ് കിടക്കുന്നത് നിങ്ങളെന്തെല്ലാം കണ്ടു. ഇതൊക്കെ ഇവർ പ്രയോറിറ്റൈസ് ചെയ്ത് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതായത് ചെറിയ റോഡുകളിൽ സഞ്ചാരയോഗ്യമാക്കുന്നതിന് വേണ്ടി പല സ്ഥലത്തും പ്രയോറിറ്റൈസ് ചെയ്ത് ഇവർ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പല സംഭവങ്ങളും. അതുകൊണ്ട് തന്നെ പലതും എടുത്ത് മാറ്റാനായിട്ട് കുറേ ടൈം എടുക്കും. എന്തായാലും ഭാഗ്യത്തിന് വലിയ കെട്ടിടങ്ങൾക്കൊന്നും ഒന്നും പറ്റിയിട്ടില്ല. പക്ഷേ ചെറിയ ആളുകളുടെ വീടുകൾക്കൊക്കെ കുറേ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ ഇന്ന് രാവിലെ ഇപ്പോൾ സമയം 10:30 മണിയായി. ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ തീർന്ന് ഞാനൊരു ടീഷർട്ട് വാങ്ങിക്കാൻ വേണ്ടി പോയതാണ്. കാരണം എനിക്കിന്ന് നാട്ടിൽ പോകണം. വിമാനത്തിലല്ലേ പോകുന്നത്, അപ്പോൾ മുഷിഞ്ഞ് ഇട്ടിട്ട് പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഒരു ടീഷർട്ട് പോയി വാങ്ങിച്ചു. അപ്പോൾ ഞാനിന്ന് നാട്ടിൽ പോവാണ്. എനിക്ക് കോടതിയിൽ പോകേണ്ട ഒരു ആവശ്യമുണ്ട്. ചങ്ങനാശ്ശേരി കോടതിയിലാണ് പോകേണ്ടത്. നാളെ രാവിലെ 10 മണിക്ക് കോടതിയിലെത്തണം. ഇന്ന് രാത്രി 12 മണിക്ക് ഞാൻ വീട്ടിലെത്തുള്ളൂ. രാവിലെ 10 മണിക്ക് കോടതിയിലെത്തണം. അതെന്താണ് റീസൺ, എന്തിനാണ് ഞാൻ കോടതിയിൽ പോകുന്നത്, ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ പറയാം. ഇന്നലെ രാത്രി ഡിന്നർ കഴിക്കാനായിട്ട് ഞാൻ പുറത്തു പോയി. അതെങ്ങനെയാണല്ലേ, ഞങ്ങളുടെ നാട്ടിലുള്ള ശ്വേതയ്ക്കൊക്കെ അറിയാവുന്ന നമ്മുടെയൊക്കെ ഫോളോവേഴ്സ് ആയിട്ടുള്ള 2 പേര് ഇവിടെ ഉണ്ടായിരുന്നു, ശ്രീനിവാസും നയനയും. അപ്പോൾ അവരിവിടെ ഒരു 6-7 വർഷമായിട്ട് വിയറ്റ്നാമിൽ ഹാനോയിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. സോ ഇന്നലെ അവരുടെ വീട്ടിൽ പോയി രാത്രിയിൽ അവരിവിടെ വന്ന് എന്നെ പിക്ക് ചെയ്തു. അവരുടെ വീട്ടിൽ പോയി രാത്രിയിൽ, ഇവിടെ അടുത്തായിരുന്നു. അവിടെ എനിക്ക് മസാല ദോശ, നല്ല ചായ, സാമ്പാർ, ചമ്മന്തി, ഉള്ളിവട ഒക്കെ ഉണ്ടാക്കി തന്ന് അവർ. ഷി വാസ് സോ കൈൻഡ്. അടിപൊളിയായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ തിരിച്ചു വരുമ്പോഴത്തേക്കിനും അവരുടെ വീട്ടിൽ നിൽക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവരൊരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. 3 ബെഡ്റൂം അപ്പാർട്ട്മെൻ്റൊക്കെ ഉള്ളൊരു ഫ്ലാറ്റാണ്. എന്നോട് പറഞ്ഞ് അവിടെ സൗകര്യമുണ്ട്, അവിടെ താമസിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ലെറ്റ് മീ സീ. തിരിച്ച് വരുമ്പോഴത്തേക്കിനും എന്തായാലും ഞാൻ ഹാനോയിൽ വരുമല്ലോ. അപ്പോൾ ഇവിടെ ഒരു ലേക്ക് ഉണ്ട്, നമുക്ക് ആ ലേക്ക് ഒന്ന് കണ്ടിട്ട് പോകാം. എന്തായാലും ഇവിടെ വന്നിട്ട് ആ ലേക്ക് ഒന്ന് കാണാതിരിക്കുന്ന മോശമല്ലേ. ഇത് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ നമ്മൾ റോഡ് ക്രോസ് ചെയ്താലേ പറ്റുള്ളൂ. പല സ്ഥലത്ത് ആൾക്കാരൊന്നും നിർത്തി തരുമൊന്നുമില്ല. അത് സീബ്ര ക്രോസ് ഉണ്ടെങ്കിലും അതങ്ങനെയാണെന്നാണ് കേട്ടിട്ടുള്ളത്. ഹാനോയ് നഗരത്തിൻ്റെ മധ്യത്തിൽ ധാരാളം ലേക്കുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ലേക്കുകളിൽ ഒരു ചെറിയ ലേക്കാണ് ഈ കാണുന്നത്. ആ ലേക്കിന് നടുവിലൂടെ ഒരു റെഡ് കളറിലെ ഒരു വുഡൻ ബ്രിഡ്ജൊക്കെ നമുക്ക് കാണാം. പിന്നെ ലേക്കിൻ്റെ നടുവിലെ ഒരു ചെറിയൊരു ഐലൻഡൊക്കെ ഉണ്ട്.
അവിടെ എന്തൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് നെക്സ്റ്റ് ടൈം വരുമ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഈ ലേക്കിന് ചുറ്റുമായിട്ടാണ് ഈ ഒരു ഓൾഡ് ക്വാർട്ടർ ഏരിയ എന്ന് പറയുന്നത് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെയാണ് ഇത്തരത്തിലുള്ള കുടിസുമുറികളും ബാക്കിയുള്ള ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കെട്ടിടങ്ങളും മറ്റുമൊക്കെ ധാരാളം ഉള്ളത്. ഈ ബസ് ഉള്ളതല്ലേ, എവിടെ പോയാലും ഈ ബസ് കാണാൻ പ്രത്യേക ഭംഗിയായിരിക്കും. ആ ഒരു സിറ്റി ടൂറിൻ്റെ വണ്ടി. നമ്മൾ ഹൊയ്യാൻ ഹെറിറ്റേജ് ടൗണിലൊക്കെ കണ്ടതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള കുറേ കെട്ടിടങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഓക്കെ, ഇറ്റ്സ് ടൈം ടു ഗോ നൗ. നമുക്ക് ഇവിടെ നിന്ന് ഏകദേശം ഒരു 3/4 മണിക്കൂർ യാത്രയുണ്ട് എയർപോർട്ടിലേക്ക്. നമ്മൾ ഹാനോയ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് കോലാലംപൂർ വഴി കൊച്ചിയിലേക്ക് എയർ ഏഷ്യയുടെ വിമാനത്തിലാണ് നമ്മളിന്ന് പോകുന്നത്. ഇത്തവണ നാട്ടിൽ പോകുന്നതിന് പല റീസൺസ് ഉണ്ട്. എനിക്ക് ദുബായി പോയിട്ട് എൻ്റെ ഷെങ്കൻ വിസ അടിച്ചെടുക്കണം. പിന്നെ നമ്മളിനി റഷ്യയിലേക്കും മംഗോളിയയിലേക്കും അതേപോലെ ചൈനയിലേക്കൊക്കെയാണ് പോകുന്നത്. എനിക്കിനി തിരിച്ച് വന്ന് യാത്ര തുടങ്ങി കഴിഞ്ഞാൽ ചൈനയിൽ നിന്ന് നാട്ടിൽ പോകാൻ പറ്റില്ല, മംഗോളിയയിൽ നിന്ന് നാട്ടിൽ പോകാൻ പറ്റില്ല. പിന്നെ എനിക്ക് റഷ്യയിൽ അങ്ങ് മോസ്കോയിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് നാട്ടിൽ പോകാൻ പറ്റുള്ളൂ. ഒരു ഐഡിയ ഇല്ല എന്താ കുത്തുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇനി അങ്ങോട്ട് തണുപ്പായിരിക്കും. അപ്പോൾ ഇനി എൻ്റെ ബാഗ് മാറ്റാൻ പറ്റില്ല. ബാഗിനകത്ത് ഇനി സാധനങ്ങൾ കൂടും. ജാക്കറ്റ് എടുക്കേണ്ടി വരും. അതും കൂടിയ തണുപ്പത്തിടേണ്ട ജാക്കറ്റും കുറഞ്ഞ തണുപ്പത്തിടേണ്ട ജാക്കറ്റ്, അങ്ങനെ പല ടൈപ്പ് ജാക്കറ്റൊക്കെ എടുത്ത് വേണം നമുക്കിനി യാത്ര തുടങ്ങാനായിട്ട്. നമ്മളിനി ഇവിടെ എത്തുമ്പോഴത്തേക്കിനും, അതായത് യൂറോപ്പൊക്കെ എത്തുമ്പോഴത്തേക്കിനും അതിശൈത്യമാകാനുള്ള എല്ലാ സാധ്യതകളും ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ലെറ്റ്സ് ചെക്ക് ഔട്ട് and we'll go to the airport. ഇതായിരുന്നു ഞാൻ താമസിച്ച ഹോട്ടൽ. അങ്ങ് മേളിലായിരുന്നു എൻ്റെ മുറി. ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങി. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് എയർപോർട്ടിലേക്ക് ഒരു ഗ്രാബ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് ഓൺ ദ വേ. യെസ്, there comes my വണ്ടി. ലെറ്റ് മീ കീപ് മൈ ബാഗ് ഹിയർ ഇൻസൈഡ്. താങ്ക് യു. ഫാനൊക്കെ ഉണ്ടല്ലോ, ഇത് കൊള്ളാലോ. നൈസ്. എൻ്റെ അമ്മേ, ഇതൊന്നും റോഡിൽ നിന്ന് ഇതുവരെ മാറ്റിയിട്ട് പോലും ഇല്ല കേട്ടോ. 2 ദിവസമായി ഇത് വീണ്ടും. നോക്കി, അയ്യോ. നമ്മളിപ്പോൾ റെഡ് റിവർ എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള ഒരു വലിയൊരു നദിയാണ്. ആ നദിയുടെ കുറുകെ ഉള്ളൊരു പാലമാണ് നമ്മളിപ്പോൾ ക്രോസ് ചെയ്യുന്നത്. റെഡ് റിവർ എന്നാണ് ഈ നദിയുടെ പേര്. ഇതൊരു വലിയ പാലമാണല്ലോ. നമ്മുടെ നാട്ടിലേക്ക് ഇവിടെ നിന്ന് ഇൻഡിഗോ ഉണ്ട്, പക്ഷെ അത് കൊൽക്കട്ടയ്ക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ വിയറ്റ്നാം എയർലൈൻസും വിയറ്റ് ജെറ്റും മുംബൈയിലേക്കും ഡൽഹിയിലേക്കും ഓടിക്കുന്നുണ്ട്. വേറെ വിമാനങ്ങളൊന്നുമില്ല ഇന്ത്യയിലേക്ക്. ഈ 3 വിമാനങ്ങളേ ഉള്ളൂ. അപ്പോൾ കണക്ഷൻ എടുക്കണം. എയർ ഏഷ്യയാണ് ബെസ്റ്റ്. ഞാൻ ഇങ്ങോട്ട് വരാൻ നേരം മലേഷ്യൻ എയർലൈൻസിൽ എൻ്റെ ബാഗ് ഡിലേ ആയില്ലേ. ആ ഡിലേ ആയ സമയത്ത് ഞാൻ അതിൻ്റെ ഒരു ട്രാവൽ ഇൻഷുറൻസിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. കെയർ എന്ന് പറഞ്ഞൊരു ട്രാവൽ ഇൻഷുറൻസ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അവന്മാരിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുക. ആ ഡോക്യുമെൻ്റ് വേണം, ഈ ഡോക്യുമെൻ്റ് വേണം, പാസ്പോർട്ട് വേണം, മറ്റത് പാസ്പോർട്ട്, വിസ, ടിക്കറ്റ്, ബോർഡിംഗ് പാസ്, മറ്റേ ഡോക്യുമെൻറ്റ്, ആ ലെറ്റർ, ഈ ലെറ്റർ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ വാങ്ങിച്ചെടുക്കും. അത് തന്നില്ലെങ്കിൽ അവന്മാരെ ഞാൻ ചുറ്റിക്കും. അത് വേറെ കാര്യം. അത് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ അപ്ഡേറ്റ് തരാം. നോയ്ബാൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്നാണ് ഈ എയർപോർട്ടിൻ്റെ പേര്. ഹനോയ് എയർപോർട്ട് അങ്ങനെയാണ് പറയുന്നത്. ചെറിയ എയർപോർട്ടാണ്, വലിയ എയർപോർട്ടൊന്നുമല്ല, വലിയ തിരക്കൊന്നുമില്ല. പക്ഷേ എന്നാലും ധാരാളം ഫ്ലൈറ്റുകളൊക്കെ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എയർ ഏഷ്യയിലാണ് ഞാൻ പോകുന്നത്. എയർ ഏഷ്യയിൽ എനിക്ക് ഇവിടെ നിന്ന് നാട്ടിൽ പോകാനായിട്ട് 30,000 രൂപ ടിക്കറ്റായി, ബാഗേജ് അടക്കം. ലോ കോസ്റ്റ് എയർലൈൻ ആണെന്നുണ്ടെങ്കിലും ടിക്കറ്റ് റേറ്റ് ഒക്കെ ചില സമയത്ത് നല്ല റേറ്റാണ്. അങ്ങനെ ബാഗ് എല്ലാം ഡ്രോപ്പ് ചെയ്തു. നമ്മളിനി നേരെ ഡിപ്പാർച്ചേഴ്സ്. സമയമുണ്ട്, ഇനിയിപ്പോൾ 2-2.5 മണിക്കൂറുണ്ട്. ഇമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞ് ഞാൻ അകത്ത് കയറി. ഇവിടെ ചൈന ഈസ്റ്റേണിൻ്റെ ഒരു വിമാനം കിടക്കുന്നു. പിന്നെ വിയറ്റ്നാം എയർലൈൻസിൻ്റെ ഒരു വിമാനം ഇപ്പോൾ ഒരെണ്ണം ഒന്ന് ലാൻഡ് ചെയ്യുന്നു. നല്ല ഭംഗിയല്ല. നോക്കി അപ്പുറത്ത് ദൂരെ മലകളും പിന്നെ മഴയും കോടയൊക്കെ ഉണ്ട്. പിന്നെ വിയറ്റ് ജെറ്റിൻ്റെ വിമാനം. ഇവിടെ വിയറ്റ്നാം എയർലൈൻസ് ആണ് ഏറ്റവും കൂടുതലുള്ളത്. ചിങ്ങവനം പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ ഒരു സാറ് വിളിച്ചു. ഇവർ പറഞ്ഞു, ഇവിടെ എത്തില്ലേ, നാളെ കേസുണ്ട്, അറിയാമല്ലോ അല്ലേ? ഞാൻ പറഞ്ഞു അതേന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ രാവിലെ 11 മണിക്ക് എത്തിയാൽ മതി എന്നാണ് പറഞ്ഞത്. അതെന്താ കേസെന്ന് പറഞ്ഞാൽ വേണ്ട, അത് ഞാൻ ചിങ്ങവനം എത്തിയിട്ട് പറയാം, ഇപ്പം പറയുന്നില്ല. സർപ്രൈസ് ഇരുന്നോട്ടെ. ഒരു കാര്യമുണ്ട്, കേസിൽ ഞാൻ പ്രതിയല്ല കേട്ടോ, വാദിയാണ്. ഞാൻ പ്രതികളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് പോകുന്നത്. അപ്പോൾ ഇനി വേറെ പണിയൊന്നുമില്ല. ലെറ്റ്സ് ഗോ ടു ദ ലോഞ്ച്. ഇത് അടിപൊളി ലോഞ്ച്. നോക്കി, ഇന്ത്യ അല്ലാത്തതുകൊണ്ട് തന്നെ ലോഞ്ചിലൊന്നും ഒരു തിരക്കുമില്ല. ഇഷ്ടംപോലെ സീറ്റുണ്ട്. നമുക്ക് ഇവിടെ ഇരുന്ന് ഇങ്ങനെ വിമാനങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുക. ഇഷ്ടംപോലെ ഫുഡും സംഭവങ്ങളും നല്ല അടിപൊളി ബൊഫയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് വരട്ടെ. ഞാനൊരു ഗ്ലാസ് വൈൻ വാങ്ങിച്ചു. സ്പാർക്ലിംഗ് വൈനാണ്. ഇവിടെ ഈ ലിക്കർ കഴിക്കുന്ന ആളുകൾക്ക് എന്തോരം ലിക്കർ ഓപ്ഷൻസ് ഉണ്ടെന്നറിയാമോ? ശരിക്കും ഒരു ഇൻ്റർനാഷണൽ ലോഞ്ച് എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും ഇങ്ങനെയൊക്കെ കൊടുക്കണം. എന്തോരം ഫുഡാണ് വെച്ചേക്കുന്നത്. എനിക്ക് ഹലാൽ സർട്ടിഫിക്കേഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെച്ചിട്ടുണ്ട്. വെജും നോൺ വെജും അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. സലാഡ്സ് ഉണ്ട്, ബ്രെഡ് ഉണ്ട്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഫ്രൂട്ട്സ് ഉണ്ട്, ഫ്രൂട്ട് ജ്യൂസ് ഉണ്ട്, ചായ, കാപ്പി, പിന്നെ സോഫ്റ്റ് ഡ്രിങ്ക്, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ. പിന്നെ ഇന്ത്യക്കാർ കൂടുതലായിട്ടൊരു ലോഞ്ചിൽ വന്നു തുടങ്ങി കഴിഞ്ഞാൽ ഇതുപോലുള്ള സാധനങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം നമ്മളെന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മൾ വരും, ഇവിടെ ലോഞ്ചിൽ കയറും, ഇതിൽ നിന്ന് ഓരോ കുപ്പി എടുത്തുകൊണ്ട് പോകും. അതുകൊണ്ട് കുറേ കഴിയുമ്പോഴത്തേക്കിന് ലോഞ്ചിൽ പല സ്ഥലത്തും ഇതൊക്കെ ഒഴിവാക്കും. ഇത് കണ്ടില്ലേ, സോഡ, പെപ്സി, കുപ്പിവെള്ളം, പിന്നെ ഇത് പലതരത്തിലുള്ള ബിയർ, കുറേ വെറൈറ്റി ഓഫ് ബിയേഴ്സ് ഉണ്ട്. എന്ത് വേണം വാങ്ങിച്ച് കഴിക്കാം. പിന്നെ ഇത് സ്റ്റിംഗ് എന്ന് പറയുന്ന റെഡ് ബുൾ പോലത്തെ ഒരു സാധനമാണ്. പിന്നെ ജ്യൂസ് വെച്ചിട്ടുണ്ട്. കോക്കോ ഫ്രഷ് എന്നും പറഞ്ഞുകൊണ്ട് കോക്കനട്ട് വാട്ടർ,
പിന്നെ പാല്, തൈര്, സ്വീറ്റൻഡ് തൈര്, പ്ലെയിൻ തൈര്, അങ്ങനെ പല ടൈപ്പ് തൈര്. അപ്പോൾ ഞാനിവിടെ ഒരു സിനിമയൊക്കെ കണ്ടുകൊണ്ടിരുന്ന ഒരു ചെറിയ വൈനും അതേപോലെ തന്നെ ഫിഷും ചിക്കനും ഇച്ചിരി ഫ്രൈഡ് റൈസും സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. തൊട്ട് താഴെ എനിക്ക് ഇവിടെ ഇരുന്ന് ഇങ്ങനെ വിമാനങ്ങൾ കാണാം. നമ്മൾ നേരത്തെ കണ്ട വിയറ്റ്നാം എയർലൈൻസിൻ്റെ വിമാനമാണ് ഈ കാണുന്നത്. ഡ്രീം ലൈനർ വിമാനമാണ്. തൊട്ടപ്പുറത്ത് വിയറ്റ് ജെറ്റ് കിടപ്പുണ്ട്. കുറേ വിമാനങ്ങൾ ഇന്ന് ലാൻഡ് ചെയ്യുന്നു, പോകുന്നു. അങ്ങനെ ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരുന്ന് നമുക്ക് ലൈറ്റായിട്ട് ഫുഡ് കഴിക്കാം. പുറത്ത് വീണ്ടും മഴ തുടങ്ങിയിരിക്കുകയാണ്. ഭയങ്കര മഴയായിരുന്നെങ്കിൽ ലോഞ്ചിൽ നിന്ന് ഇറങ്ങി നമ്മുടെ വിമാനം ലാൻഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് പതുക്കെ ഗേറ്റിൻ്റെ അങ്ങോട്ടേക്ക് പോകാം. വിമാനത്തിൽ നിന്ന് ആൾക്കാർ ഇറങ്ങുന്നതേ ഉള്ളൂ. ഇവിടെ ആൾക്കാരെ ഇവിടെ ബോർഡിങ് തുടങ്ങി, ഇവിടെ ക്യൂ നിർത്തിയിരിക്കുകയാണ്. കണ്ടില്ലേ, ഫാസ്റ്റായിട്ട് കൊണ്ടുപോകണ്ടേ. ഇതൊരു ചൈനീസ് എയർലൈനാണ്, സിയാമൻ എയർ എന്നും പറഞ്ഞുകൊണ്ട്. കാണുന്നുണ്ടോ, അത് ചൈന സദേണിൻ്റെ വിമാനമാണ്. ചൈനയിലേക്ക് ഒത്തിരി വിമാനങ്ങളുണ്ട്. അതിനപ്പുറത്ത് എമിറേറ്റ്സ് കിടപ്പുണ്ട്, പിന്നെ ഖത്തർ എയർവേസ് കിടപ്പുണ്ട്. ഈ ഋഷിക്കുട്ടനെ പോലെ ഒരു കുഞ്ഞാവ നടന്നു പോകുന്നുണ്ടോ, എനിക്ക് അവൻ്റെ പെട്ടിയാണെന്ന് തോന്നുന്നു കേട്ടോ. അത് കൂട്ടിനൊരു ആളുമുണ്ട്. രണ്ടുപേരുടെയും പെട്ടി ഒരേപോലത്തെ പെട്ടി. 18 വർഷം പഴക്കമുള്ള വിമാനമാണ്. ഇതാണ് എൻ്റെ സീറ്റ് 3A. വിമാനത്തിന് 18 വർഷം പഴക്കമുണ്ടെങ്കിലും നല്ല റീഫർബിഷ് ചെയ്ത് നല്ല അടിപൊളി സീറ്റുകൾ ഉള്ളല്ലേ. കുടുവാണല്ലോ, സൂപ്പറാണല്ലോ. ബ്ലാക്ക് കളറിലെ ട്രേ ടേബിളും മറ്റുമൊക്കെയാണ്. ഈ ഫ്ലൈറ്റിൽ മൊത്തം ചൈനക്കാരാട്ടോ, ഫുള്ള് ചൈനക്കാരാ. ഈ എയർക്രാഫ്റ്റ് ഇവിടെ ലാൻഡ് ചെയ്തിട്ട് 35 മിനിറ്റ് ആയതേ ഉള്ളൂ. 35 മിനിറ്റ് കൊണ്ട് ഇതിനകത്തെ ആൾക്കാരെ മൊത്തം ഇറക്കി വേറെ ആൾക്കാരെ എല്ലാം കയറ്റി ഇതിപ്പം ടേക്ക് ഓഫ് ചെയ്യാനായിട്ട് പുഷ് ബാക്ക് ചെയ്യാൻ പോകുന്നു. ഇവിടെ കാലിയാണല്ലോ. ഈ കാണുന്നുണ്ടല്ലോ ഇവരുടെ ഒരു സിഗ്നേച്ചർ ബ്ലാക്ക് ലെതർ സീറ്റ് എന്നും പറഞ്ഞുകൊണ്ടുള്ള സംഭവമാണ്. കുഴപ്പമില്ല കേട്ടോ, നല്ല കംഫർട്ടബിൾ ആണ്. എയറേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫ്ലൈറ്റാണ്. ഞാനൊരു ചെറിയ പവർനാപ്പ് എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഫുഡ് കൊണ്ട് തന്നു. ഇത് ഞാൻ പ്രീ ബുക്ക് ചെയ്തായിരുന്നു. റോസ്റ്റഡ് ചിക്കൻ വിത്ത് ബ്ലാക്ക് പെപ്പർ സോസ് എന്നാണ് പേര്. ഒരു കുപ്പി വെള്ളമുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മഹാരാജ എന്ന് പറഞ്ഞ സിനിമയാണ്, വിജയ് സേതുപതിയുടെ. നെറ്റ്ഫ്ലിക്സിലുണ്ട്. കുഴപ്പമില്ല, പകുതി കണ്ടു ഞാൻ, കുഴപ്പമില്ല. നമ്മളിപ്പോൾ കോലാലംപൂർ നഗരപ്രദക്ഷിണം എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര എയർ ട്രാഫിക് ആണെന്ന് തോന്നുന്നു. കുറേ നേരമായിട്ട് ചുറ്റിക്കൊണ്ടിരിക്കുക ലാൻഡ് ചെയ്യാനായിട്ട്. വാലേ എൻ്റെ പുറകിൽ എനിക്ക് കുറേ വിമാനങ്ങൾ കാണുകയും ചെയ്യാം. വെൽക്കം ടു കോലാലംപൂർ. ഇവിടെ നമുക്ക് ആ 1.5 മണിക്കൂർ ട്രാൻസിറ്റ് ടൈമുള്ളൂ. എൻ്റെ ബാഗ് ഇവിടെ മിസ്സായി, വീണ്ടും മിസ്സാവാതിരുന്നാൽ മതിയായിരുന്നു. ഞാൻ നേരത്തെ നോക്കി, എൻ്റെ ബാഗ് ഫ്ലൈറ്റിലുണ്ട്. ഇവിടെ ഇറങ്ങി കുറേ നടക്കേണ്ടി വന്നു ഗേറ്റിലേക്ക് പോകാനായിട്ട്. എൽ ഗേറ്റിലാണ് വരുന്നു. എൽ ഗേറ്റ് ഇവിടെ നിന്ന് കുറേ നടക്കണം. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഡ്യൂട്ടി ഫ്രീകൾക്കിടയിലൂടി. അങ്ങനെ നമ്മൾ അടുത്ത വിമാനത്തിലേക്ക് കയറുകയാണ്. നമ്മൾ വിമാനത്തിൽ കയറാറായി. എൻ്റെ ബാഗ് ഇതുവരെ വിമാനത്തിൻ്റെ അടുത്ത് വന്നിട്ടില്ല. ഞാനത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ വിമാനത്തിൽ കയറി വന്നിരുന്നു. എൻ്റെ ബാഗ് വന്ന് കയറി. ബാഗ് തവണ മിസ്സായില്ല, ബാഗ് വന്ന് കയറി. ഫ്രണ്ട് റോയുടെ പൈസ കൊടുത്തിട്ട് ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് മാറി. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കിടക്കാമല്ലോ. വിമാനം വിട്ടു. ഞാൻ വീണ്ടും പ്രീ ബുക്ക് ചെയ്തിരുന്ന ഒരു ചിക്കൻ ബിരിയാണി എനിക്ക് കിട്ടിയിരിക്കുകയാണ്. ഇതാണ് എൻ്റെ ചിക്കൻ ബിരിയാണി. ഇത് വലിയ തരക്കേടില്ലാത്ത ഫുഡാണ് ഏഷ്യയിൽ. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഞാനൊരു ചെറിയ ഉറക്കമല്ല ഉറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കിനും കൊച്ചി എത്താറായി, ലാൻഡ് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞ അനൗൺസ്മെൻറ്റ് വന്നു. സോ വി ആർ ബാക്ക് ടു ഹോം. 11:10 ലാൻഡ് ചെയ്തു. 11:20 ഞാൻ ഇമിഗ്രേഷൻ കഴിഞ്ഞു. 11:28 ബാഗും കളക്ട് ചെയ്ത് ഞാൻ എൻ്റെ പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പുറത്ത് നമ്മുടെ ഫാസിൽ റോഡ് പുതിയ കാറുമായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഏത് വണ്ടിയാണെന്നല്ലേ, ടൊയോട്ട ഫോർച്യൂണർ. അയ്യോ, പുതുപുത്തൻ ഫോർച്യൂണർ. ഞാൻ ഓടിക്കും. ഞാൻ പച്ചക്ക ഞാൻ ഓടിക്കും. അടിപൊളി. കൺഗ്രാറ്റുലേഷൻസ് ബ്രോ. ഇതെന്തിനെ തരുന്നത്? ചാവിയാണോ? ഞാൻ വിചാരിച്ചു വന്ന് കയറിയോട്ടെ ബാഗ് എടുത്തിട്ട് എല്ലാം കൊണ്ട് തരുന്നത്. അടിപൊളി. അതൊക്കെ പുത്തൻ ഫോർച്യൂണർ, നമ്പർ പോലും കിട്ടിയിട്ടില്ല. എന്താല്ലേ. അപ്പോൾ വെൽക്കം ടു ഫോർച്യൂണർ ടൊയോട്ട ഫോർച്യൂണർ ക്ലബ്. ഫാസിൽ ബ്രോന്റെ പുതിയ ഫോർച്യൂണർ ഓടിച്ച് തിരിച്ചു പോകുന്നു. അപ്പോൾ സീ യു ടുമോറോ. മറ്റേ ഓണ പരിപാടി എന്നാ? മറ്റന്നാളെ. ഓക്കെ, അപ്പോൾ മറ്റന്നാളെ കാണാം. മിസ്റ്റർ അമ്പൻ, താങ്ക് യു. അപ്പോൾ സീ യു ഗൈസ്, ഗുഡ് നൈറ്റ്. അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിലെത്തി. ഞാൻ ബാക്കി നാളെ കാണിച്ചു തരാം. ഋഷിയൊക്കെ ഉറക്കമായിരിക്കും, കാരണം രാത്രി 12:30 മണി എന്തോ ആയി. സോ ബാക്കി നമുക്ക് നാളെ രാവിലെ എണീക്കണം. നാളെ രാവിലെ 7 മണിക്ക് എണീറ്റ് 8 മണിയാകുമ്പോൾ ഇറങ്ങണം. എന്നാലേ എനിക്ക് 10:30 ആകുമ്പോഴത്തേക്കിനും ചങ്ങനാശ്ശേരി കോടതി പോകാൻ പറ്റുള്ളൂ. അപ്പം ബാക്കി നാളെ കാണിച്ചു തരാം, നാളെ പറയാം. സ്കൂളിൽ ഓണപ്പരിപാടിക്ക് പോകാൻ റെഡിയായി നിൽക്കുന്ന 2 കൂട്ടരെയാണ് നിങ്ങൾ കാണുന്നത്. ഋഷി മുന്നെടുത്തൊരു കോൺഫിഡൻസ് ഇല്ല, അതാണ് പ്രശ്നം. നെക്സ്റ്റ് ഡേ മോർണിംഗ് രാവിലെ ഋഷി സ്കൂളിലൊക്കെ പോയി.
അത് മറ്റേ ഓണപ്പരിപാടിയാണെന്ന് തോന്നുന്നു സ്കൂളിൽ, അതാണ് മുണ്ടൊക്കെ എടുത്ത് പോയിരിക്കുന്നത്. അപ്പം ഞാനും അബിയും കൂടെ ഞങ്ങൾ ചങ്ങനാശ്ശേരി കോടതിയിൽ പോവുകയാണ് സുഹൃത്തുക്കളെ. നീ പ്രതിവാദിയല്ലോ? ഈ കേസിൽ ഞാനില്ല, ഈ ഫോറസ്റ്റ് കേസിൽ മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പൊ ഇനി എന്താ സംഭവം എന്ന് പറയാം. 2017 ജനുവരി മാസത്തില് കോട്ടയം ജില്ലയിൽ മാത്രം ഒരു ഹർത്താൽ നടന്നിരുന്നു. ആ ഹർത്താൽ നടത്തിയത് CSDS എന്ന് പറഞ്ഞൊരു സംഘടനയാണ്. ആ സംഘടന നടത്തിയ ഒരു പ്രാദേശിക ഹർത്താലാണ്. അപ്പൊ ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടെ അന്ന് സെലറിയോ അല്ലായിരുന്നോ അല്ലേ? അന്ന് എൻ്റെ സെലറിയോ കാറിൽ അതിന്റെ തലേ ദിവസം ഞങ്ങൾ ഇവിടെ എറണാകുളത്ത് എന്തോ ആവശ്യത്തിനായിട്ട് വന്നായിരുന്നു. അപ്പൊ എറണാകുളത്ത് നിന്ന് ഈ ഹർത്താലാണെന്ന്, പ്രാദേശിക ഹർത്താലാണെന്ന് അറിയാതെ കണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് കോഴഞ്ചേരിയിലേക്ക് ഈ കോട്ടയം വഴി പോവുകയായിരുന്നു. കോട്ടയം വഴി പോയപ്പോഴത്തേക്കിനും ചിങ്ങവനം എത്തിയപ്പോഴത്തേക്കിനും അവിടെ കുറെ ആളുകൾ റോഡ് തടയുകയും, അപ്പൊ അതിനിടയ്ക്ക് തന്നെ ഹർത്താൽ അനുകൂലികൾ ഇടയ്ക്കിടയ്ക്ക് കുറെ വണ്ടികൾ ഇങ്ങനെ കടത്തി വിടുകയും ചെയ്തു. അങ്ങനെ ഒരു ഹർത്താൽ അനുകൂലി എന്നോട് വണ്ടി പൊക്കോളാൻ പറഞ്ഞ് ഞാൻ വണ്ടി എടുത്തു. അന്നേരം അവിടെ നിന്ന് കുറെ ആൾക്കാർ വിചാരിച്ച് ഞാൻ വണ്ടി ചാടിച്ചെടുത്തുകൊണ്ട് പോകണമെന്ന് വിചാരിച്ച് ഇവരെല്ലാവരും കൂടെ ഓടിക്കൂടി എൻ്റെ പുറകെ ആക്രോശിച്ചു വന്നു. അപ്പോൾ അത് കണ്ട് പേടിച്ച് ഞാൻ വണ്ടി വിട്ടുപോയി. എന്നിട്ട് ഇവർ കുറേ വണ്ടിയിൽ എല്ലാവരും കൂടെ വന്ന് ഒരു ഇട റോഡിലിട്ട് എൻ്റെ വണ്ടിക്ക് കുറുക്കിട്ട് എന്നെയും എൻ്റെ കൂടെയുള്ള ആ ചേട്ടനെയും അതേപോലെ എൻ്റെ വണ്ടിയെയും ക്രൂരമായി മർദ്ദിക്കുകയും ഞങ്ങളെ വണ്ടി തല്ലി പൊളിക്കുകയും വെർബലി, അതായത് ആ വീഡിയോ യൂട്യൂബിലുണ്ട് ഇപ്പോഴും. അന്ന് ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോ ഇപ്പോഴും യൂട്യൂബിലുണ്ട്, നിങ്ങൾക്ക് കാണാം. ഫുൾ ഡാഷ് ക്യാമറ ഉണ്ടായിരുന്നു വണ്ടിയിൽ. ആ ഡാഷ് ക്യാമറയിൽ പതിഞ്ഞ ചിത്രം ഓഡിയോ സഹിതം വീഡിയോസ് എൻ്റെ യൂട്യൂബിൽ അന്ന് ഞാൻ ഇട്ടാണ്. അന്ന് അതായത് ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഹർത്താലിന് നമ്മുടെ നാട്ടിൽ ഇതൊരു പ്രാദേശിക ഹർത്താലിന് നടന്നൊരു സംഭവമാണ്. 2017 നടന്ന സംഭവമാണ്. 18, 19, 20, 21, 22, 23, 24 സെപ്റ്റംബർ 7 വർഷമായി. ഇന്നാണ് ഞാൻ അതിൻ്റെ ഞാൻ വാദിയാണല്ലോ, പ്രതികളെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഞാൻ കോടതിയിലേക്ക് പോകുന്നത് 7 വർഷത്തിന് ശേഷം. ആ പ്രതികളൊക്കെ ഉണ്ടോയെന്ന് തന്നെ ആർക്കറിയാം. ഉണ്ടെങ്കിൽ തന്നെ ഞാൻ ആ വീഡിയോ കണ്ടാൽ എനിക്കറിയാം ആരൊക്കെയാണ് പ്രതികളെന്ന്. അതിനകത്ത് കുറേ എണ്ണന്മാരുണ്ട്. അമ്മമാരൊക്കെ വന്ന് തെറിയൊക്കെ വിളിച്ച്, ശരിക്കും അതൊക്കെ ഓർക്കുമ്പോൾ ഇപ്പോഴും ഫ്രസ്ട്രേഷൻ വരും. എന്ത് ചെയ്യാനാ, പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ നാട്ടിലിങ്ങനെയൊക്കെ ആയിപ്പോയി. അപ്പോൾ അവിടെ പോയി പ്രതികളെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഇന്നത്തെ ദൗത്യം. അതിനുവേണ്ടിയാണ് ഞാൻ വരുന്നതും പോകുന്നതും. വേറെ കാര്യം പറയാൻ പ്രതി, ആ വീഡിയോ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഞാൻ ഫുൾ പോലീസ് പ്രൊട്ടക്ഷനിലാണ് നിന്ന് അടികൊണ്ടത്. എൻ്റെ വണ്ടി ആ സമരാനുകൂലികൾ തല്ലിപ്പൊളിച്ചത് പോലീസ് പ്രൊട്ടക്ഷനിലാണ്. അതായത് പോലീസുകാരവിടെ ഒരു പോലീസ് ജീപ്പ്, അതായത് എന്നെ ഇവർ ആക്രമിക്കാനായിട്ട് പിന്തുടർന്ന് വരുന്ന കണ്ട പോലീസുകാർ, അവരുടെ ജീപ്പിൽ 3-4 പോലീസുകാർ, അതിനകത്തൊരു ASI യോ SI യോ സർക്കിളോ ആരണ്ടുണ്ടായിരുന്നു. അവരടക്കം ഈ ഹർത്താൽ അനുകൂലികളുടെ കൂട്ടത്തിൽ വന്ന് ഇവരെന്നെ മർദ്ദിക്കുന്നതും എൻ്റെ വണ്ടി തല്ലിപ്പൊളിക്കുന്നതും കണ്ടുകൊണ്ട് നോക്കി നിൽക്കുകയായിരുന്നു ആ പോലീസുകാർ. അതും ഒരു ഐഡിയ ആയിരുന്നു 2017. എന്നിട്ട് അന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അന്ന് സെൻകുമാർ സാറ് DGP-യാണ്. സാറിനെ എനിക്കറിയാം ആ സമയത്ത്. എന്നിട്ട് എന്നെ പോലീസുകാർ എന്നെ വിളിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. ആ സമരാനുകൂലികളെയും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. എന്നിട്ട് ഞാൻ സെൻകുമാർ സാറിനെ വിളിച്ചു. സെൻകുമാർ സാർ അറേഞ്ച് ചെയ്ത് എന്നെ അവിടെ നിന്ന് വേറൊരു പോലീസ് എസ്കോർട്ടിൽ എന്നെ കോട്ടയം ജില്ല കടത്തി പുറത്തേക്ക് വിട്ടു. പത്തനംതിട്ട ജില്ലയിലേക്ക് കയറ്റി വിട്ടു, എൻ്റെ വണ്ടിയും ഞാനും കൂടെ. എന്നിട്ട് അതേ ദിവസം വൈകുന്നേരം ചിങ്ങവനം സ്റ്റേഷനിലെ SI വാട്സപ്പിൽ വീഡിയോ കോൾ വിളിച്ചിട്ട് പ്രതികളെ വാട്സപ്പിലൂടെ വീഡിയോ കോളിലൂടെ ഐഡന്റിഫൈ ചെയ്തിട്ടാണ് FIR ഇട്ടത്. അങ്ങനെ ഓർമ്മയില്ലേ അത് ഒരു ഭയങ്കര സംഭവമായിരുന്നു കേട്ടോ. പോലീസുകാർ, ചിങ്ങവനം സ്റ്റേഷനിലെ പോലീസുകാർ അന്ന് ഭയങ്കര സഹകരണം. സത്യം പറഞ്ഞാൽ 7 കൊല്ലം മുമ്പത്തെ കാര്യമാണ്. വീഡിയോ കോൾ വിളിച്ചിട്ട് ഇതാണോ നിങ്ങളെ മർദ്ദിച്ച പ്രതി, ഇതാണോ നിങ്ങളെ മർദ്ദിച്ച പ്രതി എന്നും പറഞ്ഞ് എന്നെ കാണിച്ച്, സത്യം പറഞ്ഞാൽ ഞാൻ അന്ന് പറഞ്ഞ ആളുകളെ ഐഡന്റിഫൈ ചെയ്തിട്ടാണ് അന്ന് അവർക്കെതിരെ FIR ഇട്ടത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ഇന്നും ചിങ്ങവനം പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് ഇന്നലെ എനിക്ക് കോൾ വന്നത്. എന്താ പറയുക, ആ സമയത്ത് പോലീസുകാർക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഞാൻ പറഞ്ഞത് പോലീസുകാർ നോക്കി നിൽക്കുക, അവരെന്നെ മർദ്ദിച്ചു എന്ന് പറയുന്നു. പക്ഷേ ആ സമയത്ത് അവിടെ പോലീസുകാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആകെ 3 പോലീസുകാരുണ്ട്, അവരാണ് 10-15 പേരുണ്ട്. പോലീസുകാർ പക്ഷെ ഒരു കാര്യം ചെയ്തു, അവരവിടെ നിന്ന ആൾക്കാരുടെ എല്ലാം വീഡിയോ എടുത്തു. ആ വീഡിയോയും ഉണ്ട്. എന്നിട്ട് ആ വീഡിയോയിൽ കണ്ട ആൾക്കാരെ, അതായത് എന്നെ മർദ്ദിക്കുന്നതും തെറി വിളിക്കുന്നതായിട്ടുള്ള ആളുകളുടെ വീഡിയോ എടുത്തിട്ട് ആ വീഡിയോയിൽ കണ്ട ആൾക്കാർക്കെതിരെയാണ് അവർ കേസെടുത്തതും എന്നെ വിളിച്ച് അത് കൺഫേം ചെയ്തിട്ട് FIR ഇട്ടതും. അത്തരം കാര്യങ്ങൾ അവർ ചെയ്തു. അത് ഭയങ്കര ഒരു സംഭവമായിരുന്നു. എന്തായാലും ബാക്കി ഞാൻ കോടതി പോയിട്ട് വന്നിട്ട് പറയാം എന്താണെന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ ചിങ്ങവനം എത്തി. ചിങ്ങവനം ഇവിടെ എവിടെയോ ആയിരുന്നല്ലോ പോലീസ് സ്റ്റേഷൻ. അതേ പോലീസ് സ്റ്റേഷൻ, അവിടെയാണ് ഞാൻ പോയത്. കോടതിയിൽ നിന്ന് ഒരാൾ വിളിച്ചേ, എന്നിട്ട് പറഞ്ഞ് ഇന്നിവിടെ ഓണാഘോഷമാണ്, ഇന്ന് സിറ്റിംഗ് ഉണ്ടാവില്ല എന്ന്. ഞാൻ ഇതിനു വേണ്ടിയാണ് അങ്ങ് വിയറ്റ്നാമിൽ നിന്ന് ഞാനിവിടെ, എനിക്ക് കോടതിയിൽ ഡേറ്റ് കിട്ടി നിന്നാണ്. എനിക്ക് വാറന്റ് വരെ വന്നതാ.
അതായത് എനിക്ക് ഇത്രയും നാളായിട്ട് ഒരു ലെറ്റർ പോലും വന്നിട്ടില്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട്. എന്നിട്ട് എനിക്ക് വാറന്റ് വരെ വന്ന്, അതായത് ഞാൻ ഹാജരായില്ല എന്നും പറഞ്ഞുകൊണ്ട്. എനിക്ക് ഇപ്പോഴാണ് ഇന്റിമേഷൻ കിട്ടുന്നത് ഈ ഒരു കേസിനെ പറ്റി. എനിക്ക് ഇത്ര നാളായിട്ട് 7 വർഷമായിട്ട് ഒരു ഇന്റിമേഷനും കിട്ടിയിട്ടില്ല. എനിക്ക് അവരെന്തോ ലെറ്റർ അയച്ചു, എനിക്ക് കിട്ടിയില്ലാത്ത എൻ്റെ കുറ്റമല്ലല്ലോ, എനിക്ക് കിട്ടിയില്ല, എനിക്ക് അങ്ങനെ ലെറ്റർ ഒന്നും കിട്ടിയിട്ടില്ല. എന്നിട്ട് എനിക്ക് വാറന്റ് വരെ വന്നിട്ടാണ് ഞാനിപ്പോൾ വരുന്നത്. എന്നിട്ടിപ്പോൾ ഞാൻ കോടതി ചെല്ലുമ്പോൾ ഓണാഘോഷമാണെന്ന്, സിറ്റിംഗ് ഉണ്ടാവില്ല എന്ന്. ഞാനിന്ന് പോയിട്ട് വരല്ലാണ്ട് ഇപ്പം എന്ത് ചെയ്യാൻ. അങ്ങനെ ഞങ്ങൾ കോടതിയിൽ പോയി, ഞങ്ങൾ കോഴഞ്ചേരി വീട്ടിൽ വന്നു. പക്ഷെ ചാവി എടുത്തില്ല. ഞങ്ങൾ ഇങ്ങോട്ട് വരാനുള്ള പ്ലാൻ ഇല്ലായിരുന്നതുകൊണ്ട് നമ്മൾ ചാവി എടുത്തില്ല. വീടൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാൻ കരുതി വീട്ടിൽ വന്നിരിക്കുകയാണ്. കോടതിയിൽ പോയിട്ട് കോടതി കൂടിയിട്ട് മജിസ്ട്രേറ്റിൻ്റെ കണ്ടു. വാദികളും പ്രതികളും ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അവർക്ക് തിരക്കായതുകൊണ്ടായിരിക്കണം 23-ാം തീയതിക്ക് മാറ്റി തന്നു. അപ്പോൾ ഇനി 23-ാം തീയതി വരെ ഞാൻ ഇവിടെ നിൽക്കണം. 23-ാം തീയതി വരെ ഞാൻ ഇവിടെ നിൽക്കണം. കാരണം ഇനി അടുത്ത ആഴ്ച കംപ്ലീറ്റ് ഓണാവധി കാരണം കോടതി ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. പിന്നെ 23-ാം തീയതിക്ക് മാറ്റി. അപ്പോൾ ഇനി 23-ാം തീയതി അത് കഴിഞ്ഞിട്ട് എനിക്ക് തിരിച്ചു പോകാൻ പറ്റുള്ളൂ. അപ്പം 23-ാം തീയതി പോയിട്ട് പരിപാടികൾ തീർക്കാം എന്നാണ് വിചാരിക്കുന്നത്. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ കോടതി കയറി അവസാനം വീണ്ടും എന്നല്ലേ, ഓരോരോ അനുഭവങ്ങൾ, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ അവസാനിക്കുന്നു. അപ്പോൾ ഇനി കുറച്ച് ദിവസം നാട്ടിൽ നിന്നുള്ള വീഡിയോസ് ഉണ്ടാവും. ശ്വേതയായിട്ട് കുറച്ച് ട്രിപ്പൊക്കെ പോകാൻ പ്ലാനുണ്ട്. പിന്നെ ഓണമാണ്. നമ്മൾ മലയാളികൾ എവിടെ ഉണ്ടെങ്കിലും നമ്മൾ പരമാവധി നമ്മുടെ കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. എല്ലാവരും നാട്ടിൽ ഓണാവധിക്ക് വന്ന് ഓണം ആയിട്ട് ഫാമിലി ആയിട്ടൊരു ട്രിപ്പും പരിപാടികളൊക്കെ ആയിരിക്കും എല്ലാവരും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സേഫായിട്ട് സുരക്ഷിതമായിട്ട് ഓണം ആഘോഷിക്കുക. എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി ഓണം. സീ യു ടുമോറോ. ഇതുവരേക്കും ബൈ ബൈ.